സോ ഹായ്, ഞാൻ മാധവ് മഹേഷ്, യുദ്ധാൻഷയുടെ വിന്നറാണ്. സോ എനിക്കാണ് ഈ തവണ ബ്രിക്സ് ഉച്ചകോടി പങ്കെടുക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത്. യുദ്ധാൻഷയുടെ റിസോഴ്സിയുടെ യുദ്ധാൻഷയുടെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ അവസരം കിട്ടിയിരിക്കുന്നത്. ഇത് എനിക്കൊരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ്. ആക്ച്വലി ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് മൂമെൻറ്റ് ടു കം. ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് മൂമെൻറ്റ് ഫോർ മീ. ഈ ഓപ്പർച്യൂണിറ്റി എന്ന റിസോഴ്സിയും പിന്നെ സ്കൂളിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതൊരു 5 months ജേർണി ആയിരുന്നു. നമുക്ക് വെനസ്ഡേ, മൺഡേ ആൻഡ് ഫ്രൈഡേസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. മൺഡേ ആൻഡ് വെനസ്ഡേ ക്യൂസും ഫ്രൈഡേ ആക്ടിവിറ്റീസ് ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിരുന്നു. അപ്പം ഗ്രൂപ്പിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടീം സ്പിരിറ്റിനെ കുറിച്ച് കുറച്ചുകൂടി അറിയാൻ പറ്റി. അത് എങ്ങനെ ഒരു ടീമിൽ വർക്ക് ചെയ്യാം, എങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ ക്യൂസ് പറയുകയാണെങ്കിൽ നമ്മൾ സിലബസ് NCERTC ടെക്സ്റ്റ് ബുക്കിലുള്ള സിലബസ് തന്നെയാണ് ക്യൂസിന് ചോദിക്കാറ്. സോ നമുക്ക് കുറച്ചും കൂടിയും പഠിക്കാൻ പറ്റി. ഇൻ എ പ്ലേഫുൾ മാനർ വി കുഡ് ലേൺ ലെസൺസ് ഇൻ എ മോർ ഇൻട്രാക്റ്റീവ് വേ. സോ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. ആൻഡ് തുടക്കം തൊട്ട് ഒരു വാശി ഉണ്ടായിരുന്നു, ഇത് നമുക്ക് ഫസ്റ്റ് എത്തണം. കുറേ കഷ്ടപ്പെട്ടു. ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടായി. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അക്കാഡമിക്സിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് ക്യൂസൊക്കെ നടത്തുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ചാൻസ് ആണ് തരുന്നത്. ശരിക്കും ക്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഇതൊരു പ്ലേഫുൾ മാനർ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഇൻട്രാക്റ്റീവായി തോന്നി. കുറച്ചും കൂടി നമ്മൾ അക്കാഡമിക്സിൽ നല്ല ബെനിഫിഷ്യലായി എനിക്ക് തോന്നി. കുറേ ക്വസ്റ്റ്യൻസ് എക്സാമിനൊക്കെ വന്നപ്പോഴും സെയിം ടൈപ്പ് വന്ന് അത് കുറേയൊക്കെ ബെനിഫിഷ്യലായിരുന്നു എനിക്ക്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ടീം ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ഒരുമിച്ച് നമുക്ക് കുറേ നമ്മൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും എങ്ങനെ നമുക്ക് അവരോടൊക്കെ ചേർന്ന് നിൽക്കാം, എങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ബേസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി ഫ്യൂച്ചറിൽ സ്കൂൾ ഇതുപോലത്തെ ചെയ്യുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കൊണ്ടുപോകണമെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ തീർച്ചയായും പങ്കെടുക്കും. ബിക്കോസ് ഇത് നല്ലൊരു ചാൻസാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനും നമ്മുടെ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ നല്ലൊരു ചാൻസ് ആണിത്. എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിയിൽ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പാരൻസ് എക്സ്പെഷ്യലി, പിന്നെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ബിൻസി മാം, അജുണ മാം, പിന്നെ കുറേ ടീച്ചേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ റിസോഴ്സ് ടീമിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു. ഞാൻ ഇടയ്ക്ക് ഡൗട്ട് വന്നിരുന്നു എങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അവരോടും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. സ്കൂളിനോടും പ്രത്യേക നന്ദി. പ്രിൻസിപ്പൽ, ഫാദർ, എല്ലാവരോടും എൻ്റെ നന്ദിയുണ്ട്. ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്ന് എൻ്റെ കഴിവുകൾ പുറത്തെടുക്കാൻ ഒരു അവസരം തന്നതിന് ഞാൻ അവരെല്ലാവരും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.